നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പിന്നെ ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്തു വരുന്നു. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിയെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും കർത്താവ് പ്രളയത്തെക്കുറിച്ചും ബാബേലിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ആത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പകർന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ബൈബിൾ സർവേയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുവാൻ നമ്മൾ ആരംഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളാണുള്ളത്. ഈ 50 അധ്യായങ്ങളെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓടിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഞാൻ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. 1-ാം ഭാഗം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളിൽ 2000 വർഷത്തെ മാനവ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചരിത്ര സംഭവങ്ങളെ 4 പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് വീണ്ടും നമുക്ക് തിരിക്കാം. സൃഷ്ടി, വീഴ്ച, പ്രളയം, ബാബേൽ. അധ്യായങ്ങൾ കൂടി പറയുകയാണെങ്കിൽ 1-ഉം 2-ഉം അധ്യായത്തിലാണ് സൃഷ്ടി, 3-ഉം 4-ഉം അധ്യായത്തിലാണ് വീഴ്ച, 5 മുതൽ 9 വരെയുള്ള അധ്യായത്തിലാണ് പ്രളയം, 10 മുതൽ 11 വരെയുള്ള അധ്യായത്തിലാണ് ബാബേൽ. ഇതാണ് 1-ാം ഭാഗം. ആ ഭാഗത്ത് വീണ്ടും നമ്മൾ 4 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കാണുന്നതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ആദാമുണ്ട്, ഹാബേലുണ്ട്, ഹാനോക്കുണ്ട്, നോഹയുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ജോഡികളുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. 2 ലൈനിലാണ് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൂടെ നിന്നവരും ദൈവത്തെ വിട്ടുപോയവരുമുണ്ട്. ആദാമും ഹവ്വായുമുണ്ട്, ഹാബേലും കയീനുമുണ്ട്, നോഹയും നോഹയുടെ സമകാലികരും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹാനോക്കിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുമുണ്ട്. അങ്ങനെ 2 ഗ്രൂപ്പ് ആളുകളെ കാണാൻ സാധിക്കും. ഒരു ഗ്രൂപ്പ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചവരും, ഒന്ന് ദൈവത്തെ വിട്ടവരും. നാം വേദപുസ്തകത്തിൽ തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് വായിക്കുന്നത് പോലെ ദുഷ്ടനോടുകൂടെ ചേർന്നവരുമുണ്ട്, ദൈവത്തോട് ചേർന്നവരും ഉണ്ട്. ഈ 2 ലൈൻ്റെ പ്രോഗ്രഷനാണ് പിന്നീട് ബൈബിളിൽ കാണുന്നത്. ദുഷ്ടൻ്റെ കൂടെ ചേർന്നവർ നിത്യ അഗ്നിയിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്നവർ നിത്യ ജീവനിലും എത്തിച്ചേരുന്നു. 2-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ജീവചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഒരു 350 വർഷത്തെ ജീവചരിത്രം. 4 വ്യക്തിത്വങ്ങളെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. അബ്രഹാം 12 മുതൽ 23 വരെയുള്ള അധ്യായത്തിൽ, ഇസഹാക്ക് 24 മുതൽ 26 വരെ, യാക്കോബ് 27 മുതൽ 36 വരെ, ജോസഫ് 37 മുതൽ 50 വരെ. ഇവിടെയും നമുക്ക് ഇവരോടൊപ്പം വേറെ ചില ആളുകളെ കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ കൂടെ ലോത്തുണ്ട്, ഇസഹാക്കിൻ്റെ കൂടെ ഇസ്മയേലുണ്ട്, ദാവീദിൻ്റെ കൂടെ യാക്കോബിൻ്റെ കൂടെ യേശാവുണ്ട്, ജോസഫിൻ്റെ കൂടെ സഹോദരന്മാരുണ്ട്. അപ്പം ഈ 2 ലൈൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം പൊതുവായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ 1-ാമത്തെ ഭാഗത്തിൻ്റെ, അതായത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലെ 4 സംഭവങ്ങളിൽ 1-ാമത്തെ സംഭവമായ സൃഷ്ടിയെക്കുറിച്ചാണ് പഠിക്കുവാൻ തുടങ്ങിയത്. സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഒന്ന് ഓടിച്ച് ഓർക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ എന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദിയിൽ എന്നതിൻ്റെ അർത്ഥം സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ആദി, എല്ലാറ്റിൻ്റെയും ആദി എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുകയല്ല വേണ്ടത്. ടൈം ആൻഡ് സ്പേസ്. മനുഷ്യന് ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ 2 കാര്യങ്ങളുടെയും ഉൽപ്പത്തിയാണ് ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഭൂമിയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ചില വാക്യങ്ങൾ വായിച്ചിരുന്നു, ഇല്ലേ? സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചു. 33:9 അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. ഈ ദൃശ്യമായ ലോകത്തിന് നമുക്ക് കാണാവുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ല കാരണം. വായിക്കാം 11:3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതുകൊണ്ട് ഈ വാക്യം അംഗീകരിക്കാൻ പറ്റിയാൽ ഇനി ബൈബിളിലെ വാക്യങ്ങൾ ബാക്കി അംഗീകരിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു.
നമ്മൾ പറഞ്ഞു പോയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ഗ്യാപ്പ് തിയറി എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. ശൂന്യമായും പാഴായും ഇരുന്നെന്നല്ല, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് വെറുതെ അല്ല, പാർപ്പിനായിട്ടാണ്. എന്നാൽ പിൽക്കാലത്തിൽ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അത് പാഴും ശൂന്യവുമായി തീർന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45:18 ദൈവം സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ലെന്നും, യിരെമ്യാവ് 4-ാം അധ്യായത്തിൽ അത് പാഴായും ശൂന്യമായും തീർന്നു, അങ്ങനെ കണ്ടു എന്നുമൊക്കെയുള്ള വാക്യങ്ങൾ വായിച്ചത് നിങ്ങൾ ഓർക്കുക. സൃഷ്ടിയുടെ ഓരോ ദിവസത്തെ വിവരണങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. വായിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. 6 ദിവസം കൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ദൈവം ഒരു പുതിയ തുടക്കം കുറിക്കുകയായിരുന്നു, അല്ലേ? ക്രിയേഷൻ ഓഫ് ദ മാറ്റർ, ലൈഫ് ആൻഡ് മാൻ, ഇങ്ങനെ 3 കാര്യങ്ങളാണ്. അതിൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ നാം പറഞ്ഞു നിർത്തിയത്. മനുഷ്യനെ മാത്രം ദൈവം എങ്ങനെ സൃഷ്ടിച്ചു? ഇതുവരെ ഉള്ളതൊക്കെ ദൈവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയായിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അതത് തരം ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഹീ കമാൻഡഡ് ആൻഡ് ഇറ്റ് കെയിം ടു പാസ്. അവൻ എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കൂടെ വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. അപ്പം മനുഷ്യനെ നിർമ്മിച്ചത് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. മറ്റ് ഓരോന്നിനെയും വിളിച്ചു വരുത്തിയതുപോലെയല്ല, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ് തീരുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതുകൊണ്ട് മനുഷ്യൻ ഒരു തൃത്വമാണ്. അവന് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അവൻ ജീവനുള്ള ദേഹിയായി. ഹി ബിക്കെയിം എ ലിവിങ് സോൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും എന്താണെന്ന് നമ്മൾ പരാമർശിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് നിത്യതയും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അവൻ അനാദിയായി ശാശ്വതമായും ദൈവമായിരിക്കുന്നു. ആ ഇറ്റേണിറ്റി തന്നെയാണ് നമ്മുടെ ഉള്ളിലും അവൻ വെച്ചിരിക്കുന്നത്. നമ്മൾ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി, ദൈവം മനുഷ്യനെ ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ട് അവൻ്റെ ഉള്ളിൽ എന്തും വെച്ചിരിക്കുന്നു? നിത്യതയും അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. എന്നാൽ അവൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കണം, ഡെവലപ്പ് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അത് ഡെവലപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയുന്നതിനാണ് ദൈവം ചില റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വില്ല്, ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം വെളിപ്പെടുത്തിയത്. നിങ്ങൾക്ക് 2-ാം അധ്യായത്തിൻ്റെ മുഴുവൻ വായന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏദൻ തോട്ടത്തിൽ അവരെ കൊണ്ടുപോയി ആക്കുന്നതും ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞതും ഒക്കെ നമ്മൾ കാണുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവിക സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് സത്യം. ദൈവം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം സത്യമാണ്, ദൈവം നീതിയാണ്, ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ്. ഇതെല്ലാമാണ് ദൈവം. അങ്ങനെ നമ്മളും ആകുമോ എന്നറിയാനായിട്ടൊരു അവസരം തന്നപ്പോൾ നാം സത്യമല്ല, നമ്മിൽ അസത്യം ഉണ്ടെന്നുള്ളത് നമ്മൾ തെളിയിച്ചു. വി ഫെയിൽഡ്. അപ്പോൾ എപ്പോഴും ദൈവം നമുക്ക് തരുന്നൊരു അനുഗ്രഹമാണ്, യു ക്യാൻ ബിക്കം ലൈക്ക് ഗോഡ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അടുത്ത സംഭവം വായിക്കുമ്പോൾ വീഴ്ചയിലും സ്ത്രീയോട് പിശാച് പറഞ്ഞ നുണയിലൊരു പ്രധാനപ്പെട്ട കാര്യം, നീ ദൈവത്തെ പോലെ ആകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്നാൽ അവൻ്റെ സാദൃശ്യം നമ്മളിലുണ്ട്. ഗോട്ട് ദ ഐഡിയ. അവൻ്റെ ഇമേജ് നമ്മളിലുണ്ട്. എന്നാൽ അവൻ്റെ ലൈക്ക്നെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അവൻ നിത്യത നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നിത്യത മുമ്പിൽ കണ്ടുകൊണ്ട് നിത്യതയ്ക്കായി നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നാം നിത്യനായി ദൈവത്തെ പോലെ ഉള്ള സ്വഭാവവിശേഷങ്ങൾ വെളിപ്പെടുത്തണം. അതിനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അനുഗ്രഹമോ ശാപമോ, അനുഗ്രഹമാണ് ഫ്രീ വിൽ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ അതുകൊണ്ട് ഈ സോളെന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മാവ് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അതിന് രണ്ടിനും വസിക്കാനുള്ളൊരു കൂടാണ്, ചട്ടക്കൂടാണ് എന്ത്?
ഈ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും മെറ്റീരിയൽ കാര്യങ്ങളെക്കുറിച്ചും ഭൗതികതയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ദൈവം ഒരു ആത്മാവാണ്. ആ ആത്മീയതയിലേക്ക് നമ്മൾ മുന്നേറണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നതെന്നുള്ളത് സൃഷ്ടിയിൽ തന്നെ ഇംപ്ലൈഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിന് വിരോധമായിട്ട് എന്താ നിൽക്കുന്നത്? മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചത്? 26, 27 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന്റെ 26, 27 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വാഴണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 28-ാം വാക്യം വായിച്ചാട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. വാഴുവീൻ എന്ന് മാത്രമല്ല പറഞ്ഞ, അടക്കി വാഴുവീൻ എന്നാ പറഞ്ഞത്. അടക്കി വാഴുവീൻ. അപ്പോൾ എന്തിനെ അടക്കണം, എന്തിൻ്റെ മേൽ വാഴണം എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് 3 കാര്യങ്ങളെ ദൈവം പ്രത്യേകം അനുഗ്രഹിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നും ഗ്യാപ്പിന് മുമ്പ് ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഭൂമിയുടെ ഏജും മനുഷ്യൻ്റെ ഏജും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ഭൂമിയെ ചുമ്മാതുണ്ടാക്കിയതല്ല, പാർപ്പിനായിട്ടായിരുന്നെന്നും ആ പാർപ്പ് കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാരെ നീക്കിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ മനുഷ്യനോട് പറഞ്ഞത് എന്ത് ചെയ്യണമെന്നാണ്? അടക്കി വാഴണം. എന്തിനെ അടക്കണം? എന്തിനെ അടക്കണം? അത് നമുക്ക് ഉത്തരവില്ലാത്തൊരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടക്കാൻ ആവശ്യമുള്ള എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സൂചനയെങ്കിലും ഉണ്ട്. പല ആളുകളും വിശ്വസിച്ച് വച്ചിരിക്കുന്നത് മൃഗങ്ങളെയും പക്ഷികളെയും അങ്ങനെയുള്ള മറ്റ് ഇവിടുത്തെ ചെടികളെയും മരങ്ങളെയും അല്ല, അതിനെയൊന്നും അടക്കേണ്ടതില്ല. കാരണം ഒരു മൃഗവും മനുഷ്യനൊരു കേടും വരുത്തിയിരുന്നെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിലോ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞേനേയും. അങ്ങനത്തെ പരാമർശങ്ങളൊന്നും കാണാത്തത് കൊണ്ട് അടക്കാൻ പറഞ്ഞത് പൈശാചിക ശക്തികളെയാണ്, പാപത്തെയാണ്. കാരണം അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പാപം വാതിക്കെ കിടക്കുന്നതും പിശാച് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ ആക്രമണം മനുഷ്യന് സഹിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് മനുഷ്യനെ പ്രത്യേകം ദൈവം അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. 3 കാര്യങ്ങളെ അനുഗ്രഹിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. 1-ന്റെ 22, 28, 2-3 പർവ്വജാതികളെ അനുഗ്രഹിച്ചു. ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. പർവ്വജാതിയെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. മനുഷ്യനെ അനുഗ്രഹിച്ചു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. അപ്പോൾ ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ അടങ്ങിയിരുന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും പോകാൻ ദൈവം മനുഷ്യനെ പിശാച് വിടുകയല്ല. പക്ഷെ അതിന് ദൈവം പ്രത്യേക ഒരു അനുഗ്രഹം നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ പിശാചിനോട് പോരാടി ജയിച്ച് അതിനെ അടക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് പ്രത്യേക അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹം ഉപയോഗിച്ച് പൈശാചിക ശക്തികളെ അടക്കി വാഴുവാനാണ്. പർവ്വജാതികൾക്കും അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ഹെവൻ അല്ലേ? അതിൽ ഒരു ലെവലിലാണ് ഈ പക്ഷികളൊക്കെ ആകാശത്തിൽ പറക്കുന്നത്. ആകാശത്തിൻ്റെ അധികാരം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പുതിയ നിയമം പഴയ നിയമമൊക്കെ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ആകാശദേവന്മാർ, ആകാശ ശക്തികൾ. എഫേസ് ലേഖനം 2-ാം അധ്യായം മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റെഫറൻസ് അവിടെ കിട്ടുമല്ലോ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിച്ചാൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരം അങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങൾ വായിക്കുന്നുണ്ട്. ആകാശത്തിലെ അധികാരത്തിനും വായിച്ചോളൂ. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും. അപ്പോൾ ആകാശത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ അനുസരണക്കേട് വ്യാപരിപ്പിക്കുന്ന ഒരു ആത്മാവ് ഈ ലോകത്തിലുണ്ടായിരുന്നു. അതിനെയാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? അടക്കണം. നമ്മൾ പിള്ളേരെയൊക്കെ വളർത്തുമ്പം പറയാറുണ്ടല്ലോ, അച്ചടക്കം വേണമെന്ന്. ഈ അച്ചടക്കം എന്നുള്ളത് നിങ്ങൾ ഒരു ശബ്ദധാരാവലിയോ മറ്റോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ അച്ചടക്കം എന്ന് പറയുന്നത്? മനുഷ്യനിലുള്ള പൈശാചിക പ്രവണതകളെ അടക്കുക എന്ന് തന്നെയാണ്
ഡിക്ഷണറിയിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അടക്കുക എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പൈശാചിക പ്രവണതകൾ ഈ ലോകത്തിലുണ്ട്, മനുഷ്യൻ്റെ ചുറ്റുമുണ്ട്, പ്രകൃതിയിലുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ അതുണ്ടാവും. ആ പ്രവണതകളെ അടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിയുടെ മേലും സാഹചര്യങ്ങളുടെ മേലും വാഴുന്നതിനും ദൈവിക സ്വഭാവം ആർജിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. അതിന് ആകാശത്തിൽ ചില ശക്തികൾ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആകാശദേവന്മാരെ പലരും ആരാധിക്കാനായിട്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം വളരെ ക്ലിയറാണ്. ആകാശത്തിലെ അധികാരം. ആവർത്തന പുസ്തകം അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശക്തികൾക്ക് നാം വിധേയപ്പെടരുത് എന്ന് ദൈവജനത്തെ ദൈവം വളരെ ശക്തമായിട്ട് താക്കീത് ചെയ്യുന്നതും പ്രബോധിപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അടക്കുക എന്ന് പറഞ്ഞത് പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പൊതുവേ ആളുകൾ ധരിച്ചിരിക്കുന്നത് സിംഹത്തെയും അണലിയെയും ഒക്കെ മെരുക്കി അടക്കി അതിനെയൊക്കെ നമ്മുടെ കീഴെ, എന്നാൽ അതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്നുള്ള കാര്യം. നമ്മൾ വീണ് പോയതിന് ശേഷമാണ് ഇതൊക്കെ ദോഷം ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഇപ്പോഴും അതൊന്നും നമുക്ക് വലിയ ദോഷം ചെയ്യുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് പൈശാചിക ശക്തികളാണ്. അപ്പോൾ അതിനെ അടക്കി അതിൻ്റെ മേൽ ജയമെടുത്ത് മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനെല്ലാം അടക്കിമാണ് ജയമെടുത്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ ജീവനിലേക്കും വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ വിധേയപ്പെട്ടു പോയി നമ്മൾ അടുത്ത കാര്യം പഠിക്കുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. എങ്കിലും നമ്മൾ ദൈവം വെച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ വെച്ചിട്ടുണ്ട്. ആ ആത്മാവ് ദൈവോന്മുഖമായി വളർന്നു വരുമ്പോഴാണ് നമുക്ക് ഒരു ആത്മീയ ജീവൻ പടുത്തുയർത്തുവാൻ. അപ്പോൾ അതിന് നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നാം അവൻ്റെ കൈപ്പണി, നാം അവൻ്റെ കൈപ്പണിയാണെന്ന്. ദൈവം തന്നെ നമ്മെ കൈകൊണ്ട് പണിതിരിക്കുകയാണ്, അവൻ നമ്മെ ഉണ്ടാക്കി എന്ന് 100-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിനെയും നമുക്ക് ദേഹിയെയും ശരീരത്തെയും ഒക്കെ ആര് തന്നതാണ്? ദൈവം ഉണ്ടാക്കി തന്നതാണ്. നാം അവൻ്റെ കൈപ്പണിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിന് വിധേയപ്പെട്ട് പിശാചിനോട് എതിർത്ത് നിന്ന് നമ്മുടെ ജീവിതം ദൈവോന്മുഖമായി വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടും. 119-ാം സങ്കീർത്തനത്തിൻ്റെ 73-ാം വാക്യം ഒന്ന് വായിക്കാം. 119-ാം സങ്കീർത്തനത്തിൻ്റെ 73-ാം വാക്യം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. കണ്ടോ? തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കി. ദൈവത്തിൻ്റെ കൈകൊണ്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. നീ എന്നെ ചമച്ചു, കൈ എന്നെ ഉരുവാക്കി, എന്നെ മുഴുവനും ചമച്ചു, എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു. വായിച്ചു. നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മെനഞ്ഞു എന്ന് ഓർക്കണമേ, നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ? അപ്പം 3 കാര്യങ്ങൾ ദൈവം ചെയ്തതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. നീ എന്നെ ഉളവാക്കി, നീ എന്നെ ചമച്ചു, നീ എന്നെ മെനഞ്ഞു. സോ മനുഷ്യന് 3 പാർട്ടുണ്ട്. ഇത് 3 ദൈവത്തിൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച് നമുക്ക് തന്നതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വരണമെങ്കിൽ 139-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം വായിക്കേണ്ടതായിട്ട് വരും. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭയങ്കരവും അതിശയകരവുമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുക. എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഭയങ്കരവും അതിശയകരവും, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. ദൈവം നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഭയങ്കരവും അതിശയകരവുമായിട്ട്. നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത തരത്തിൽ, ഉൾക്കൊള്ളുവാൻ വിഷമമുള്ള തരത്തിൽ, അത്യന്തം അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സൃഷ്ടി മറ്റ് സൃഷ്ടികളെക്കാൾ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ ബീയിങ്സാണ്, മനുഷ്യരാണ്. അപ്പോൾ അതിൽ തന്നെ ദൈവത്തിനൊരു പ്രത്യേക പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുന്നതും നല്ലതാണ്. അപ്പോൾ 6 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ച് തീർന്നതിന് ശേഷം 7-ാം ദിവസം ദൈവം എല്ലാറ്റിൽ നിന്നും നിവൃത്തനായി ദൈവം റെസ്റ്റ് ചെയ്തു. ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ദൈവം ഒരു ശാബത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയത്. നമുക്കും ദൈവം ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിന് ആത്മീയ അർത്ഥങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ക്രിയേഷനെ കുറിച്ച് പൊതുവായിട്ട് ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എല്ലാം ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. അതോടൊപ്പം തൻ്റെ കൈകൊണ്ട് മനുഷ്യനെയും സൃഷ്ടിച്ചു. അവനെ നിർമ്മിച്ചു, ഉണ്ടാക്കി, മെനഞ്ഞു. നമുക്ക് ഒരാത്മാവിനെയും ഒരു മനസ്സിനെയും ഒരു ശരീരത്തെയും ഒക്കെ ദൈവം തന്നു. ഇതെല്ലാം ഉപയോഗിച്ച്
നാം ദൈവസന്നിധിയിൽ ദൈവോന്മുഖമായി വളരണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഈവൻ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. 3-4 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-4 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഒരു വലിയ ട്രാജഡി, ഒരു വലിയ ഫോൾ, ഒരു വലിയ വീഴ്ച സംഭവിച്ചതായിട്ടാണ്. ക്യാൻ ബി കോൾഡ് ദ ഫോൾ ഓഫ് മാൻ. മനുഷ്യൻ്റെ വീഴ്ച അത് വലിയതായിരുന്നു. ഒരു വലിയ വീഴ്ചയിലേക്കാണ് അവൻ അധപ്പതിച്ചത്. അതെങ്ങനെ സംഭവിച്ചത്? 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചാൽ, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശല്യമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പാമ്പ് വന്നിട്ട് സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ടാണ്. ഈ പാമ്പ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകണം. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ സർപ്പത്തെ പിടിച്ച്. അപ്പോൾ ഈ പഴയ പാമ്പ് ആരായിരുന്നു? പിശാചും സാത്താനും. പിശാചും സാത്താനും എന്നുള്ള പഴയ ഈ പഴയ കാലത്ത് ആദ്യം തന്നെ ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട പാമ്പ് ആരാണ്? പിശാച് ഓർ സാത്താൻ. ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ശിഷ്യന്മാരെ പരിശീലനത്തിനായിട്ട് യേശു അയച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു, പാമ്പുകളെയും തേളുകളെയും. സാത്താൻ വീഴുന്നത് കണ്ടു, എന്നിട്ട് പറയുന്നത് പാമ്പുകളെയും തേളുകളെയും. അപ്പോൾ ഈ പാമ്പ് എന്തിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്? പിശാചിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പിശാച് ആണ് മനുഷ്യനെ തെറ്റിക്കുന്നതിനായിട്ട് പാമ്പിൻ്റെ രൂപത്തിൽ മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നത്. ഇവൻ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ പല പുസ്തകങ്ങളിലേക്കും പോകേണ്ടതായിട്ട് വരും. നേരത്തെ തന്നെ നമ്മളൊരു പരാമർശം നടത്തിയിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകവും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇവനെ 3-1 ദൂതന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കളഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിനായിട്ട് ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഉൽപ്പത്തി 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീയുടെ മനസ്സിൽ ദൈവം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പാമ്പ് അല്ലെങ്കിൽ പിശാച് ഒരു സംശയം ജനിപ്പിച്ചു. ഒരു സംശയം, ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്, ശരിക്കും വാസ്തവമായി വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹവ്വായുടെ മനസ്സിൽ എന്തുണ്ടായി? ഒരു സംശയം. ശരിക്കും ബൈബിളിൽ അങ്ങനെ ഉണ്ടോ എന്ന് 2 പ്രാവശ്യം ചോദിച്ചാൽ ആളുകളൊക്കെ മിണ്ടാതായി പോകും. അപ്പം ധൈര്യമായിട്ട് ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ധൈര്യമായിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയുള്ളൂ. അപ്പോൾ ഇവിടെ വാസ്തവമായി എന്നുള്ള ആ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് അവിടെ മനസ്സിൽ എന്തുണ്ടായി? വാസ്തവമായി. അപ്പോൾ അവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ കൽപ്പിച്ചത് കേട്ടത് ആരാണ്? വാസ്തവത്തിൽ ആദമാണ് കേട്ടത്. കാരണം നിങ്ങൾ 2-ാം അധ്യായം വായിച്ചാൽ അന്ന് ആദാമിനെയും ഹവ്വായെയും കൂടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവർക്ക് ആദാമെന്ന് പേരിട്ടു. 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഉൽപ്പത്തി 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചാൽ, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. അവൻ ആദാമെന്ന് പേരിട്ടെന്നല്ല, അവർക്ക് ആദാമെന്ന് പേരിട്ടു. ഇറ്റ്സ് ഓൺലി ആഫ്റ്റർ സം ടൈം ദാറ്റ് ദേ വെർ സെപ്പറേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ആദാമിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആദാമെന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നിന്ന് വേർപെടുത്തിയ ഹവ്വായിക്ക് നേരിട്ട് ദൈവത്തിൽ നീ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവളത് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ചെക്ക് ചെയ്യാതിരുന്നത് കൊണ്ട്, സ്വയമായിട്ട് ആ സംശയത്തിന് വശംവദയായതുകൊണ്ട് അതിൻ്റെ പുറകെ പിശാച് ചെയ്ത കാര്യം 4-ാം വാക്യം 3-4, നിങ്ങൾ മരിക്കയില്ല. സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം നുണ പറഞ്ഞു. ആദ്യം സംശയം ജനിപ്പിച്ചു, അതിൻ്റെ പുറകെ ഒരു നുണ പറഞ്ഞു. എന്നിട്ട് 5-ാം വാക്യം
5-ാം അത് വാക്യത്തിൽ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പീൽ ടു ദ പ്രൈഡ്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 2:16 വായിക്കുന്നുണ്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് സൈറ്റൻ അറ്റാക്സ് അസ്. പിശാച് നമ്മളെ ആക്രമിക്കുന്ന രീതി ഇതാണ്. എന്തൊക്കെയാണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ ഈ ജഡത്തിൽ അല്ലെങ്കിൽ അവിടെ മനസ്സിലൊരു സംശയം ജനിപ്പിച്ചിട്ട്, ഒരു നുണ പറഞ്ഞിട്ട്, ഒരു പ്രൈഡ് ഓഫ് ലൈഫ്, ജീവനത്തിൻ്റെ പ്രതാപത്തിലേക്ക് ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ചിട്ടാണ് അവളെ പാപത്തിലേക്ക് വീഴിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തിന്നാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ, അത് കാണാൻ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെ, തിന്നാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്. 6-ാം വാക്യം വായിച്ചാട്ടെ, 3:6. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. അപ്പം അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ശരീരവും മനസ്സും ആത്മാവിനെയും കാണാൻ സാധിക്കും. തിന്നാൻ നല്ലത് ഫോർ ദ ബോഡി, കാണാൻ ഭംഗിയുള്ളത് ഫോർ ദ സോൾ. കണ്ടിട്ട് ഐ ഗേറ്റ് വഴിയാണ് നമ്മുടെ മനസ്സിലേക്ക്, സോളിലേക്ക് പല ചിന്തകൾ കടന്നു പോകുന്നത്. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ദാറ്റ് അഫക്ട്സ് ദ സ്പിരിറ്റ്. പിടികിട്ടി? 3 കാര്യങ്ങളാണ് പിശാച് സ്ത്രീയോട് പറഞ്ഞത്. തിന്നാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇത് ശരീരത്തിനും കൊള്ളാം, മനസ്സിനും കൊള്ളാം, ഇത് തന്നെയാണ് യേശുവിനെ പ്രലോഭിപ്പിച്ച സമയത്തും പിശാച് യേശുവിനോട് ഒന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് യേശുവിൻ്റെ പ്രലോഭനങ്ങൾ പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. എന്താ പറഞ്ഞത്? ആഹാരം, അല്ലേ, കല്ല് അപ്പമായി തീരുക, ശരീരത്തിൻ്റെ കാര്യമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഈ എല്ലാം കാണിച്ചിട്ട് ചാടാൻ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിൻ്റെ കാര്യമാണ്. 3-ാമത്തെ കാര്യം പറഞ്ഞത് എന്നെ ഒന്ന് അത് ആത്മാവിൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് വരുന്ന പ്രലോഭനങ്ങളെല്ലാം നമുക്ക് ഈ 3 എണ്ണത്തിനകത്ത് അളന്ന് തൂക്കി ഇങ്ങനെ കയറ്റി നിർത്താനായിട്ട് സാധിക്കും. ശരീരത്തിന് വരുന്ന പ്രലോഭനങ്ങൾ, മനസ്സിൽ വരുന്ന പ്രലോഭനങ്ങൾ, ആത്മാവിൽ വരുന്നത് എപ്പോഴും ആരാധനയോടുള്ള ബന്ധത്തിലാണ്. മനസ്സിൽ വരുന്നത് നമുക്ക് ആ ദൈവത്തിൻ്റെ ആത്മീയതയിൽ നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുന്നതാണ്. ശരീരത്തിന് വരുന്നത് ഭൗതിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. ഇതിനൊക്കെ നാം ജയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഹവ്വായ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് നമുക്ക് 6-ാം വാക്യത്തിൽ തന്നെ കാണാം. 6-ാം വാക്യത്തിൽ അവൾ എന്ത് ചെയ്തു? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീ ഫലം കണ്ടു, പറിച്ചു, തിന്നു. അവൾ കണ്ടു, അവിടെ 3 പദങ്ങളുണ്ട്. കണ്ടു, പറിച്ചു, തിന്നു. കണ്ടാലും കുഴപ്പമില്ലായിരുന്നു, പറിച്ചാലും കുഴപ്പമില്ലായിരുന്നു, തിന്നു. കണ്ടു, പറിച്ചു, തിന്നു. അങ്ങനെ കണ്ട് പറിച്ച് തിന്നപ്പോഴത്തേക്ക് ഭർത്താവിനും കൊടുത്തു. അപ്പോൾ അപ്പോഴത്തേക്ക് അവർ ഈൽഡഡ്, അവർ പിശാചിന് വിധേയപ്പെട്ടു, ദൈവത്തെ തിരസ്കരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണ് റോമാലേഖനം 5:12 നമ്മൾ വായിക്കുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ഇങ്ങനെ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? 7-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ വായിക്കുമ്പോൾ വാട്ട് ഹാപ്പൻഡ്? ദൈവം അവരോട് പറഞ്ഞിരുന്നത് ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞിട്ട് അത്തിയില കൂട്ടി തുന്നി. അപ്പൊ എന്താണ് അവർക്ക് സംഭവിച്ചത്? ദേ ബിക്കെയിം സെൽഫ് കോൺഷ്യസ്. അവർ സ്വയാവബോധമുള്ളവർ. ഇതുവരെ അവർ സ്വയാവബോധമുള്ളവരായിരുന്നില്ല, ദൈവാവബോധമുള്ളവരായിരുന്നു. ദേ വർ ഗോഡ് സെന്റേഡ്, നൗ ദേ ബിക്കെയിം സെൽഫ് സെന്റേഡ്. എന്താണ്? അവരുടെ ഇമേജിലേക്ക് അവർ നോക്കി. ഇത്രയും നേരം അവർ നോക്കിക്കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ഇമേജിലേക്ക്. കാരണം നമുക്ക് ആരെ പോലെയെങ്കിലും ആകണമെങ്കിൽ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ആരെ പോലെ ആകേണ്ടത്? യേശുവിനെ പോലെ ആകണം. അല്ല, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ലൈക്ക്നെസ്സിനാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതൊരു ഗോളാണ്. ആ ഗോളിലേക്ക് പോകണമെങ്കിൽ എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണം? ആ യേശുവിനെ, ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പോൾ ദൈവത്തെ നോക്കുന്നതിന് പകരം അവരെങ്ങോട്ട് നോക്കാൻ തുടങ്ങി? അപ്പോൾ അതിന് മുമ്പ് അവർ നഗ്നരല്ലായിരുന്നോ? ആയിരുന്നു. ബട്ട് ദേ വർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. അവരതിനെക്കുറിച്ച് അവബോധമുള്ളവരായിരുന്നില്ല, അവർ ദൈവാവബോധമുള്ളവരായിരുന്നു. ബാക്കിയൊന്നും അവർക്ക് ചിന്തിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് പോയിട്ട് അവരെക്കുറിച്ച് തന്നെ. സോ ദിസ് ഈസ് സിൻ. എന്താണ് പാപം എന്ന് പറയുന്നത്? നോട്ട് ഗോഡ് സെൻറ്റേഡ് ബട്ട് സെൽഫ് സെൻറ്റേഡ്. നമ്മൾ ഓരോരുത്തൻ താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നാനാ മോഹങ്ങൾക്ക് അധീനരായിത്തീരുന്നു. നാം നമ്മുടെ വഴിക്ക് തിരിയുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ അവൻ്റെ വഴിക്ക് തിരിഞ്ഞപ്പോൾ അവൻ നഗ്നനാണെന്ന് അവനും ബോധ്യപ്പെട്ടു. അപ്പോൾ അവിടെ അവൻ്റെ ഇമേജ് പോയില്ലേ എന്ന് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ അവന് മരണം സംഭവിച്ചില്ലേ
എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. മരണം സംഭവിച്ചോ? അപ്പോൾ there are 3 kinds of death about which the Bible speaks. ബൈബിൾ 3 തരത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 1 ആത്മാവിൻ്റെ മരണം, 2 മനസ്സിൻ്റെ അല്ലെങ്കിൽ ദേഹിയുടെ മരണം, 3 ശരീരത്തിൻ്റെ മരണം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, മരണം എന്ന് പറഞ്ഞാൽ വേർപാടാണ്. ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടു. പാപം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റും, വേർപെടുത്തും. അപ്പോൾ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടു. മനസ്സിന് എന്ത് സംഭവിച്ചു? ദാറ്റ് ബിക്കെയിം സോൾ ഡെഡ് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്, ഡെഡ് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് സ്ലേവ് ഓഫ് അനദർ മാസ്റ്റർ. അല്ലേ? ദൈവത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മനസ്സ് മാറിയിട്ട് ഇപ്പോൾ പിശാചിൻ്റെ യജമാനൻ മാറി. അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, കർത്താവായി സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത്. യുവർ മാസ്റ്റർ ഷുഡ് ചേഞ്ച്. നമ്മുടെ യജമാനൻ ഇപ്പോൾ പിശാചാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു. അവന് മനസ്സ് വിധേയപ്പെട്ടു. അപ്പോൾ ഈ സ്വാധീനമാണ് ഇനി എങ്ങോട്ട് പോകാൻ പോകുന്നത്? ആത്മാവിലേക്കും ഈ മനസ്സെന്ന് പറയുന്നത്, സോളെന്ന് പറയുന്നത് ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. അപ്പം ആത്മാവിൻ്റെ സ്വാധീനവും ശരീരത്തിൻ്റെ സ്വാധീനവും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനസ്സിലാണ്. മനസ്സിൻ്റെ ഉടയവൻ ആരാണെന്നുള്ളത് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തോതെന്ന് പറയുന്നത് നമ്മുടെ ചിന്താജീവിതമാണ്. നിങ്ങൾ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവരുടെ ചിന്ത ഇപ്പോൾ പെട്ടെന്ന് മാറി. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ആരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി? തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി, മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം അവരുടെ മനസ്സിലിപ്പോൾ കടന്നു വരുന്ന സ്വാധീനം ദൈവിക സ്വാധീനമല്ല, പൈശാചികമായിട്ടുള്ള സ്വാധീനമാണ്. അതുപോലെ തന്നെ ശരീരത്തിലും ഡീക്കേ ഉണ്ടാകാൻ തുടങ്ങി. ആത്യന്തികമായിട്ട് ഈ ശരീരത്തിനും എന്ത് സംഭവിക്കും? അതും മരിക്കും. അതുകൊണ്ട് ശരീരത്തിൻ്റെ മരണം, മനസ്സിൻ്റെ മരണം. അതുകൊണ്ടാണ് ഇനി മനസ്സ് പുതുക്കി, മനസ്സ് ഉണർത്തി ഒക്കെ നമ്മളൊന്ന് രൂപാന്തരപ്പെടണമെന്ന് പറയുന്നത്. ആത്മാവിൻ്റെ മരണവും. അതുകൊണ്ടാണ് നമ്മൾ എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. എവിടെയാണ് മരിച്ചത്? ഇൻ യുവർ സ്പിരിറ്റ്. അപ്പോൾ അതാണ് ആദാമിനും ഹവ്വായ്ക്കും സംഭവിച്ചതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവം അതിന് പണിഷ്മെൻറ്റ് കൊടുത്തു. എന്താണ് പണിഷ്മെൻറ്റ് കൊടുത്തത്? നമുക്ക് 7-ാം വാക്യം വായിക്കാം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞിട്ട് അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് പോയി 11-ാം വാക്യം വായിച്ചാൽ, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ somebody told him എന്നുള്ളത് ശരിയല്ലേ? നിന്നോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആരോ അവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല ഇപ്പം നീ കേൾക്കുന്നത്, വേറെ ആരോ പറയുന്നതാണ് നീ കേൾക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയില്ലേ? നിന്നോട് ആര് പറഞ്ഞു? അപ്പം നിന്നോട് പഴം തിന്നരുതെന്ന് ഞാൻ പറഞ്ഞു, തിന്നാൻ ആര് പറഞ്ഞു? അപ്പം ഇപ്പം അപ്പം നീ ആരുടെ സ്വാധീനത്തിലായി? ഇപ്പോൾ എൻ്റെ സ്വാധീനത്തിലല്ല. കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരാളുടെ യുവർ മൈൻഡ് ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് അനദർ പേഴ്സൺ, ദാറ്റ് ഈസ് ദ ഡെവിൾ. ഓക്കെ, വായിക്കാം. തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു. അങ്ങനെ അത് എവിടം വരെ പോയി? 13-ാം വാക്യം. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. പാമ്പ് എന്നെ വഞ്ചിച്ചു. ഡിസീവ്ഡ്. സൈറ്റൻ ഡിസീവ്ഡ്. ഷീ ഫെൽ അണ്ടർ ദി ഡിസെപ്ഷൻ ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയി. വഞ്ചനയിൽ കുടുങ്ങിപ്പോയിട്ടാണ് അവൻ പറഞ്ഞത് കേട്ടു. അപ്പോൾ മാസ്റ്റർ മാറിയെന്നായി പറയുന്നത്. ദൈവം യജമാന സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് ആര് വരുന്നു? പിശാച് വരുന്നു, ഡെവിൾ വരുന്നു. അപ്പോൾ അതിനെ അനുസരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് കേഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തൊക്കെയാണ് ദൈവം കൊടുത്ത ശാപങ്ങൾ എന്നുള്ളത് നമുക്ക് 15-ാം വാക്യം മുതൽ നോക്കാം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തലയെ തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോടോ കൽപ്പിച്ചത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്നും
അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അപ്പോൾ പൊടിയിൽ തിരികെ ചേരും എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഡൈ എന്ന് അദ്ദേഹം പറഞ്ഞത്. നീ മരിക്കും, നിന്റെ ശരീരവും മരിക്കും. അത് മാത്രമല്ല, ഇവർ ഓരോരുത്തരും പറഞ്ഞ മറുപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോരുത്തരും ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം വേറെ ആരെയൊക്കെയോ അനുസരിച്ചു. ഭർത്താവ് ഭാര്യയെ അനുസരിച്ചു, ഭാര്യ പാമ്പിനെ അനുസരിച്ചു, അല്ലേ? പാമ്പ് ദൈവത്തെ അനുസരിക്കാതെ വന്ന അനുസരണം കെട്ടവനാണ്. അതുകൊണ്ടാണ് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അനുസരണം കെട്ട ഒരുത്തൻ നമ്മളെ അനുസരിപ്പിച്ചു. ഏകൻ്റെ അനുസരണക്കേട്, ഏകൻ്റെ അനുസരണം എന്ന് പിന്നീട് നമ്മൾ വായിക്കുന്നതിൻ്റെ കണക്ഷൻ ഇവിടെയാണ് വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ദൈവത്തെ അനുസരിക്കാഞ്ഞ ഒരുത്തൻ ഹവ്വയെ അനുസരിപ്പിച്ചു. അപ്പോൾ അവൾക്ക് ദൈവത്തോടുള്ള ബന്ധം വിട്ടു. ഹവ്വ ആദാമിനെ അനുസരിപ്പിച്ചു. അങ്ങനെ മനുഷ്യരിലെല്ലാവരും എന്ത് വ്യാപരിച്ചിരിക്കുന്നു? അനുസരണക്കേട്. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അതൊരു പ്രത്യേക ആത്മാവാണ്. അതൊരു പൈശാചിക ബാധയാണ്. അതിലാണിപ്പോൾ മനുഷ്യൻ വശംബദ്ധനായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ശപിക്കേണ്ടതായിട്ട് വന്നു, കേഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. കൊടുത്ത കേഴ്സെല്ലാം നിങ്ങളിപ്പോൾ കേട്ട് കാണും. അപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു കാര്യം ഓർക്കാം. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായതിൻ്റെ അവൻ നിന്നെ ഭരിക്കും എന്നൊക്കെ 16-ാം വാക്യത്തിൽ പറഞ്ഞത് ഈ ഒരു തെറ്റ് അവർക്ക് സംഭവിച്ചതുകൊണ്ടാണ്. തീമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 1 തീമോത്തി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ട് പാപത്തിൽ അകപ്പെട്ടത്. അതുകൊണ്ട് സ്വതന്ത്രമായ തീരുമാനങ്ങൾ കഴിവതും സ്ത്രീകൾ എടുക്കരുത്. നിങ്ങളുടെ തലയാകുന്ന ഭർത്താവിനോടും അതിൻ്റെ തലയാകുന്ന കർത്താവിനോടും ഒക്കെ ആലോചിച്ചിട്ട് മാത്രമേ. നമ്മുടെ തീരുമാനങ്ങൾ എവിടുന്ന് വരുന്നു, നമ്മൾ ആരെ അനുസരിക്കുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒന്നുകിൽ അനുസരണത്തിനായിട്ട് നീതിയുടെ ദാസന്മാർ, അല്ലെങ്കിൽ അനുസരണക്കേടിനായി പാപത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ ഇവർ പാപത്തിൻ്റെ പിശാചിൻ്റെ ദാസന്മാരായി ദൈവത്തിൻ്റെ ദാസന്മാരല്ലാതായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ അവർക്കൊരു വലിയ വാഗ്ദാനം കൊടുക്കുന്നതാണ് നാം 15-ാം വാക്യത്തിൽ കാണുന്നത്. 9-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും നമ്മൾ കാണുന്നത്. യഹോവയായി ദൈവം മനുഷ്യനെ വിളിച്ചു. ഒന്നാമത് ദൈവം മനുഷ്യനെ വിളിച്ചു മീൻസ് ദൈവം മനുഷ്യനെ കൈവിട്ട് കളയുന്നില്ല. ഷോസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ അവിടെയാണ് തുടങ്ങുന്നത്. പാപം ചെയ്ത് ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യനോട് ദൈവം എന്ത് കാണിച്ചു? കൃപ കാണിച്ചു. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് ദൈവം മനുഷ്യനെ വിളിച്ചു. ഇപ്പോഴും ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് 15-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. മീൻസ് ദൈവം മനുഷ്യനെ ഈ പതനത്തിൽ നിന്ന് കരകയറ്റുന്നതിനായിട്ട് ദൈവത്തിൻ്റെ പുത്രനെ അയക്കും എന്നുള്ള വാഗ്ദാനം അവൾക്ക് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനം ഈ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിന്നെ വീണ്ടെടുക്കും. നീ ഇങ്ങനെ പാപം ചെയ്ത് പിശാചിൻ്റെ കൂടെ കൂടിയെങ്കിലും നിന്നെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്നെ ഞാൻ വീണ്ടെടുക്കും, നിന്നെ ഞാൻ ഉദ്ധരിക്കും, അതിനൊരു പദ്ധതി എൻ്റെ കയ്യിലുണ്ട് എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം ശപിച്ചു, ന്യായം വിധിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അതോടൊപ്പം ദൈവത്തിൻ്റെ കൃപയും വെളിപ്പെട്ടു. അതാണ് നമ്മൾ ഈ 3-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് കാണുന്നത്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ കാണുന്നത്? ദ ഫ്രൂട്ട് ഓഫ് സിൻ, ദ റിസൾട്ട് ഓഫ് സിൻ. പാപത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് 4-ാം അധ്യായത്തിലെ വിഷയം. പാപത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 4-ാം അധ്യായം ഒന്ന് വായിച്ചു തുടങ്ങിക്കേ. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയ്യിനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയ്യൻ കൃഷിക്കാരനുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് കയ്യൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ കാണുന്നത് കയ്യനെയും ഹാബേലിൻ്റെയും. ആദാമിന് മക്കളുണ്ടാകുന്നു, സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നു. എന്നാൽ അവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഒരു നാച്ചുറൽ ഡെത്ത് അല്ല ഈ ഭൂമിയിൽ ഉണ്ടായത്, ഒരു മേർഡറാണ്, ഒരു കൊലപാതകമാണ് ഉണ്ടായത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രായമായി 1000 കൊല്ലമോ അല്ലെങ്കിൽ 800 കൊല്ലമോ ജീവിച്ച ആദാം മരിച്ച കാര്യം 5-ാം അധ്യായത്തിലേ പറയുന്നുള്ളൂ. എന്നാൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഒരു കൊലപാതകം. എന്തുകൊണ്ടാണ് കൊലപാതകം ഉണ്ടായത്? ഒരു മേർഡർ ഉണ്ടായത് എന്തുകൊണ്ടാണ്? പാപത്തിൻ്റെ ഫലം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ അത് മരണശക്തിയായിട്ട് ഇവരിൽ വ്യാപരിച്ചതുകൊണ്ട്
എനിക്ക് സഹോദരനാണെങ്കിലും അവനെ കൊല്ലണം, അവൻ ഇല്ലാതാകണം, എന്ത് കാരണവും ആയിക്കോട്ടെ, ആ ചിന്തയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് പാപത്തിൻ്റെ ഫലമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്ത ഏത് വഴി കൂടിയാണ് മുമ്പോട്ട് പോകുന്നതെന്നുള്ളത് വെളിപ്പെടുത്തുന്നു കായീനും ഹാബേലും തമ്മിലുള്ള ആ സംഘട്ടനം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ ദൈവം കരുണയാൽ പിന്നെയും മറ്റൊരു കാര്യം ചെയ്യുന്നത് നമുക്ക് തുടർന്ന് വായിച്ചാൽ കാണാനായിട്ട് സാധിക്കും. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം വാക്യം, കയീനിലും അവന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. 8-ാം വാക്യത്തിലേക്ക് പോവാം. 8-ാം വാക്യം, അപ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വായിക്കാം. എന്നിട്ട് 25-ാം വാക്യം, ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പോൾ ദൈവം വീണ്ടും ഒരു സ്പിരിച്വൽ സീഡിനെ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവം കൊടുത്ത ഒരു സ്പിരിച്വൽ സീഡായിരുന്നു ആര്? ഹാബേൽ. അതിനെ കയീൻ എന്ത് ചെയ്തു? അപ്പം എന്താ നമ്മൾ കാണുന്നത്? ദൈവത്തിൻ്റെ മക്കൾ ഒരു ലൈനിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിശാച് അവരെ ഹനിക്കുന്നതിനായിട്ട് പദ്ധതികൾ ഇടുന്നു. കയീൻ ഹാബേലിനെ കൊല്ലുന്നു, ഇപ്പോൾ ശേത്ത് വരുന്നു. ഇനിയും ഈ അറ്റംപ്റ്റുകൾ തുടർന്ന് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കും ഇത് പ്രതീക്ഷിക്കാമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം, നാം ആത്മീയ ജനനത്തിലേക്ക് വന്നാൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് പിശാച് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ കൊല്ലുന്നതിനായിട്ട്, നമ്മൾ നിത്യജീവനിൽ എത്തരുത് എന്ന് വിചാരിച്ച് അതിനെ തടസ്സപ്പെടുത്തുന്നതിനായിട്ട് പിശാച് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ആ കാര്യങ്ങൾ ദിസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് സിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പിന്നെ ഇടയ്ക്ക് ചിലർക്ക് വേറെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഏദൻ തോട്ടത്തിന് എന്ത് സംഭവിച്ചു? കാരണം നമുക്ക് ഇനി ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ മരം ഉണ്ടാക്കുകയാണോ, പഴയ മരം എവിടെയെങ്കിലും ഉണ്ടോ? യെഹെസ്കേൽ പ്രവചൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കാം. ഞാൻ അതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. ഏദനിലെ സകല വൃക്ഷങ്ങളും എവിടെ ആശ്വാസം പ്രാപിച്ചു? ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അപ്പോൾ ദൈവം അതിനെയൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. അപ്പം നമുക്ക് തിരിച്ചിനിയും ഏദൻ പർദീസയിലൊന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതിനായിട്ടാണ്, വാക്യം വായിച്ചിട്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ദൈവം അതുകൊണ്ടാണ് നമുക്ക് ജീവൻ്റെ ഫലം തിന്നാനായിട്ട് ഇനിയും തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ വാസ്തവത്തിൽ എന്ത് ചെയ്യേണ്ടതായിരുന്നു? ഈ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നതിന് പകരം എന്ത് വൃക്ഷഫലം തിന്നണമായിരുന്നു? ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നേണ്ടതായിരുന്നു. അത് തിന്നാതെ ഈ ഫലം തിന്നതുകൊണ്ടാണ് ഈ തരത്തിലൊരു ദുര്യോഗം ഉണ്ടായത്. എങ്കിലും ദൈവം തൻ്റെ കൃപയാൽ നമ്മെ വീണ്ടെടുത്ത് ജയിക്കുന്നവന് ഞാൻ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും എന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം നമ്മൾ കാണുന്നത് 5 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലാണ്. 5 മുതൽ 9 വരെയുള്ള അധ്യായത്തിന് നമ്മളൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. സൃഷ്ടി, വീഴ്ച കഴിഞ്ഞിട്ട് പ്രളയം. അപ്പോൾ പ്രളയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രളയം ഉണ്ടായതാണെന്ന് ആരും കരുതരുത്. ആണോ? ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രളയം അയക്കണം എന്ന് തോന്നിയതാണോ? ഒരിക്കലും അല്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രളയം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പെറ്റുപെരുകി ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നാഗരികതയും സംസ്കാരവും ആശയങ്ങളും അവൻ്റെ സാങ്കേതിക വിദ്യയും ഒക്കെ വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് 4-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളും കൂടി നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. 4-ന്റെ 15-ാം വാക്യം വായിച്ചാൽ, 4-ന്റെ 15, യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവൻ 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുൾ ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. ദാറ്റ് ഷോസ് ദ ബിഗിനിങ് ഓഫ് റൈറ്റിംഗ്. എഴുത്തിൻ്റെ തുടക്കം, അടയാളം വെച്ചു. ചില മാർക്കുകളൊക്കെ ഇടാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എഴുത്ത് വിദ്യ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തു. ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ചരിത്രാതീത കാലം, ചരിത്രകാലം. ഇതിനെ തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? എഴുത്താണ്. എഴുത്ത് വന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിന് എന്തു പറയും? ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയും. അതിന് മുമ്പുള്ള കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്?
പ്രീ ഹിസ്റ്റോറിക്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹിസ്റ്റോറിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? ഇവിടെ മാർക്ക് എഴുതാനും ഒക്കെ തുടങ്ങി. നമുക്ക് 16-ാം വാക്യം മുതൽ വായിച്ചാൽ 16-ാം വാക്യം. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. സോ വി സീ ദ ബിഗിനിങ് ഓഫ് സിവിലൈസേഷൻ. പട്ടണം പണിതു, നാഗരികത. ജനം എഴുത്തുവിദ്യ വശത്താക്കി പട്ടണ സംസ്കാരം ആരംഭിച്ചു. പിന്നെ 20-ാം വാക്യം. ആയ ലാബേലിനെ പ്രസവിച്ചു, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. സം പീപ്പിൾ ബിക്കെയിം നൊമാഡ്സ്. ഹിസ്റ്ററി മുഴുവൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ചിലർ നാഗരികതയിലേക്ക് പോയി, ചില ആളുകൾ എന്തിലേക്ക് പോയി? നൊമാഡിക് ലൈഫിലേക്ക് പോയി. പശുപാലകന്മാരായിട്ട് കന്നുകാലി മേയ്ക്കാനും അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും കൂടാരങ്ങൾ കെട്ടി, അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? കൂടാരവാസികൾ, പശുപാലകന്മാർ, അല്ലേ? രണ്ടും വ്യത്യാസം കണ്ടോ? എന്നാൽ ചില ആളുകൾ പട്ടണം പണിത് ഒരു പട്ടണ സംസ്കാരത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. 21-ാം വാക്യം. അവന്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. ഇവൻ കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. അപ്പം ബിഗിനിങ് ഓഫ് മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, സംഗീതവും സംഗീത ഉപകരണങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഡാൻസും ഒക്കെ തുടങ്ങി കാണും കേട്ടോ. സോ ദോസ് തിങ്സ് സ്റ്റാർട്ടഡ്. 22-ാം വാക്യം. സില്ല തൂബൽക്കൈനെ പ്രസവിച്ചു, അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. മെറ്റലർജി, ടെക്നോളജി ഡെവലപ്സ്. ഇതൊക്കെ നമ്മൾ ചുമ്മാ വായിച്ചു വിടാറാ പതിവ്. പക്ഷെ ദൈവം ചരിത്രം ഇതിനകത്തെല്ലാം എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. കമ്പി വാചകങ്ങളിൽ ചരിത്രം എഴുതി വെച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ടെലിഗ്രാഫിക് ലാംഗ്വേജ് അല്ലെങ്കിൽ SMS ലാംഗ്വേജ് എന്ന പോലെ വേണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ പറയാം. അങ്ങനെ ചരിത്രം എഴുതി വെച്ചിരിക്കുകയാണ്. എഴുത്തുവിദ്യ തുടങ്ങി, പട്ടണ സംസ്കാരം തുടങ്ങി, ഇല്ലേ? പിന്നെ നൊമാഡിക് ലൈഫും കൂടാരങ്ങൾ ഉണ്ടാക്കുന്നതും പശുവിനെ പാലിക്കുന്നതും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ആദ്യം മനുഷ്യൻ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു, പിന്നെ പ്ലാന്റ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പ്ലാന്റ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്താൽ പ്ലാന്റ്സ് നമ്മുടെ കൂടെ പോരുകയില്ല. ആനിമൽസ് ആണെങ്കിൽ നമ്മൾ പോരുന്നിടത്തൊക്കെ പോരും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പ്ലാന്റ്സ് ഉള്ളിടത്ത്. അപ്പോൾ അതിനാണ് സെറ്റിൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങുന്ന സാധനത്തിനാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, കൃഷി. അപ്പം പ്ലാന്റ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതോടുകൂടിയാണ് എന്തുണ്ടായത്? സെറ്റിൽമെൻറ്റ്. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് നടക്കാനായിട്ടൊക്കെയല്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കണം, കൃഷി ചെയ്യണം, വീട് വെക്കണം, പട്ടണം പണിയണം. അപ്പോൾ ഈ തരത്തിൽ മനുഷ്യൻ്റെ ജീവിതം, ജനജീവിതം വളരെ വ്യാപകമായിട്ട് വികസിച്ചു തുടങ്ങി. അപ്പം ബോറടി മാറ്റാനായിട്ട് പാട്ട് തുടങ്ങി. എന്നൊക്കെയല്ലേ വായിച്ചത്? അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതും കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വായിച്ചു അവർക്ക് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നു. അപ്പം ലോഹങ്ങൾ കൊണ്ടുള്ള അപ്പം നമ്മൾ അയൺ ഏജിലേക്ക് കയറിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹിസ്റ്റോറിക് പിന്നെ തന്നെ നിങ്ങൾ അപഗ്രഥിക്കുകയാണെങ്കിൽ ഇല്ലേ, കോപ്പർ ഏജ്, അയൺ ഏജ് എന്നൊക്കെ പറഞ്ഞ് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് പണ്ടെങ്ങാനും പഠിച്ചതായിരിക്കും, എന്നാലും ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അയൺ ഏജിലേക്ക്, അയൺ ഏജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏജ് ഉണ്ടായിട്ടില്ല. കാരണം അയൺ ഒരു അഡ്വാൻസ് ടെക്നോളജി ആയതുകൊണ്ട് ആ ടെക്നോളജിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്കൊക്കെ അവൻ വന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ 26-ാം വാക്യം കൂടി കൂട്ടത്തിൽ വായിക്കുന്നത് നന്നായിരിക്കും. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. സോ അവിടെ അങ്ങനെ ഒരു കാര്യം തുടങ്ങി. കുറേ ആളുകളൊക്കെ ദൈവത്തെ വിളിക്കാനും തുടങ്ങി, ആരാധിക്കാനും തുടങ്ങി. കുറേ ആളുകൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ടെക്നോളജിയുടെ പിന്നാലെ പോകാനും തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഈ 4-ാം അധ്യായം നമ്മൾ അശ്രദ്ധമായിട്ട് വായിക്കുന്നതും വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതുമായിട്ടുള്ളൊരു അധ്യായമാണ്. ആൻഡ് ദാറ്റ് ചാപ്റ്റർ ടെൽസ് us that ഹ്യൂമൻ ലൈഫ് അഡ്വാൻസ്ഡ്, അല്ലേ? മനുഷ്യജീവൻ വളരെയധികം വികസോന്മുഖമായി ഈ ഭൂമിയിൽ വളരെ വിവിധമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ മനുഷ്യൻ്റേതായിട്ടുള്ള ജ്ഞാനവും കൗശലവും എല്ലാം ഡെവലപ്ഡായിട്ട് അവൻ ഒരു ഡെവലപ്മെൻറ്റിലേക്ക്, ഒരു സെറ്റിൽമെൻറ്റിലേക്ക്, ഒരു സിവിലൈസേഷനിലേക്കൊക്കെ ഉയർന്നു വന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ചിലരൊക്കെ ദൈവത്തെ ആരാധിച്ചെങ്കിലും കൂടുതൽ ആളുകളും ആരാധിച്ചത് അവരവരെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോട്ട് ഗോഡ് സെൻറ്റേഡ് ബട്ട് സെൽഫ് സെൻറ്റേഡ്. അങ്ങനെ ഉണ്ടായപ്പോൾ മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ എപ്പോഴും ദോഷമുള്ളത്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളുമൊക്കെയും
എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്ന് യഹോവ കണ്ടു. അതുകൊണ്ടാണ് ദൈവം ഭൂമിയെ ന്യായം വിധിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ 4-5 അധ്യായത്തിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം കൂടെ വായിച്ചെങ്കിൽ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പലരും ചിന്തിക്കുന്നത് പോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, പിറ്റേ ദിവസം മനുഷ്യൻ അധപ്പതിച്ചു, അതിൻ്റെ പിറ്റേ ദിവസം ദൈവം അല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ 11 അധ്യായത്തിൽ എത്ര കൊല്ലത്തെ ചരിത്രമുള്ളത്? 2000 കൊല്ലത്തെ ചരിത്രമാണ്. അപ്പോൾ ഈ 2000 കൊല്ലത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വന്നിട്ട് ഇപ്പോൾ 2000 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ 2000 കൊല്ലത്തെ ചരിത്രം കൊണ്ട് ലോകത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ വന്നതെന്നൊക്കെ ബൈബിൾ 2 അധ്യായങ്ങൾ കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം ബൈബിളിൻ്റെ ലക്ഷ്യം ചരിത്രം പറയലല്ല, ദൈവത്തെ പരിചയപ്പെടുത്തലാണ്, നമ്മെ മടക്കി കൊണ്ടുപോകലാണ്. അതുകൊണ്ട് ഈ 2 അധ്യായങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ദൈവത്തിൻ്റെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ വായിച്ചു. 5-ാം അധ്യായം തുടങ്ങുമ്പോൾ എല്ലാ പാരഗ്രാഫും അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? വ്യാപകമായിട്ട് മരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യർ പെരുകി, സംസ്കാരം അഡ്വാൻസായി, മരണം വ്യാപകമായി. അപ്പോൾ വളരെ ഡെവലപ്ഡ് അഡ്വാൻസ്ഡ് ഒരു ലൈഫ് ഉണ്ടായി. ആ കൂട്ടത്തിൽ ഒരാളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്, ഹാനോക്ക്. അവൻ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തെ ആരാധിച്ചവരുമുണ്ട്, ദൈവത്തോടു കൂടെ നടന്നവരുമുണ്ട്. അപ്പം നമുക്ക് ആ ദൈവത്തോടു കൂടെ നടന്ന ആളുടെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള ജീവചരിത്രം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അതൊന്ന് ഓടിച്ച് വായിക്കാം. യാരേദിന് 162 വയസ്സായപ്പോൾ അവന് ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരേദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിമിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ ദൈവത്തോടു കൂടെ നടന്ന് ദൈവം എടുത്തുകൊണ്ടുപോയ ഒരു മനുഷ്യന്റെ ചരിത്രവും വളരെ ചുരുക്കത്തിൽ അവിടെ രേഖപ്പെടുത്തി. ദിസ് വാസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഇത് 2 മനുഷ്യന്റെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ദൈവത്തോടു കൂടെ നടക്കാം, ദൈവത്തെ ആരാധിക്കാം, ദൈവികമായിട്ട് മുന്നേറാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ വഴിക്കും പോകാം, പിശാചിൻ്റെ സ്വാധീനം. എന്നിട്ടാണ് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വരേണ്ടത്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 5-ാം അധ്യായത്തിൻ്റെ തന്നെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. 5-ന്റെ 1-ാമത്തെ വാക്യം, ആദാമിന്റെ വംശ പാരമ്പര്യമാണിത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയപ്പോൾ അധ്യായം 1, 2, 3 എന്നൊന്നും ഇട്ടിരുന്നില്ല. അത് പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉണ്ടായതാണെന്ന് നമ്മളിതിന് മുമ്പൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം എഴുതിയ ആൾ ഇതിനെ എങ്ങനെയാണ് വിഭജിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ വംശാവലികൾ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ 10 പ്രാവശ്യം വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. സോ യു ക്യാൻ കോൾ ദിസ് ബുക്ക് ആസ് എ ബുക്ക് ഓഫ് ജനറേഷൻസ്. പലതരത്തിലുള്ള, നമുക്കൊട്ടും പ്രസക്തമല്ലെന്നറിയാം വംശാവലി, എന്നാൽ ഈ പുസ്തകത്തിൽ വംശാവലികൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഞാനൊന്ന് വായിപ്പിക്കാൻ പോവുകയാണ്. പേര് മുഴുവൻ വായിക്കണ്ട, അതുകൊണ്ട് നമുക്ക് ആ വംശാവലികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഒരെണ്ണം കണ്ടല്ലോ, ആദാമിൻ്റെ വംശപാരമ്പര്യം. കണ്ടില്ലേ? കണ്ടോ? കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ, 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ഭൂമിയുടെ ഉൽപ്പത്തി വിവരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വംശാവലിയാണ്. പിന്നെ ആദാമിൻ്റെ വംശാവലി. പിന്നെ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 6-ന്റെ 9, നോഹയുടെ വംശപാരമ്പര്യം. 10-ന്റെ 1 നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാണിത്. 11-ന്റെ 10 ശേമിന്റെ വംശപാരമ്പര്യമാണിത്. 11-ന്റെ 27 തേരഹിന്റെ വംശപാരമ്പര്യമാണിത്. 25-ന്റെ 12 25. സാറായുടെ മിസ്രൈമ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായേലിന്റെ വംശപാരമ്പര്യം. ഇസ്മായേലിന്റെ വംശപാരമ്പര്യം. 25-ന്റെ 19 അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വംശപാരമ്പര്യമാമിത്. 36-ന്റെ 1-ാമത്തെ വാക്യം, ഏദോം എന്ന ഏശാവിന്റെ വംശപാരമ്പര്യമാണിത്. 9-ാം വാക്യം, സെയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശപാരമ്പര്യമാണിത്. 37-ന്റെ 2
യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, അപ്പം ഈ വംശപാരമ്പര്യം ബൈപ്പാസ് ചെയ്ത് ഉൽപ്പത്തി വായിക്കാൻ പറ്റുകയില്ല. 10 വംശപാരമ്പര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് 10 അധ്യായങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ഏടുകളാണ്, ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളാണ് ഈ വംശപാരമ്പര്യം പറഞ്ഞ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ വർദ്ധിച്ചു പോയതിനെക്കുറിച്ചെല്ലാം ഈ പുസ്തകം വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരിക. ഈ കോണ്ടെക്സ്റ്റിൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 4 വായിച്ചാൽ മതിയായിരിക്കും. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. അപ്പോൾ ഈ മിക്കവാറും ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അത് ഞങ്ങൾ ചോദിക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യമായിരുന്നു, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ടോക്സ് അബൌട്ട് ദ മിക്സിങ് ഓഫ് ദ ഗോഡ്ലി ആൻഡ് ദി അൺഗോഡ്ലി. ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും 2 ലൈനുണ്ടെന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തെ അനുഗമിക്കുന്ന ഒരു ലൈനുമുണ്ട്, ദൈവത്തെ അനുഗമിക്കാത്ത ഒരു ലൈനുമുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഇത് ദൂതന്മാരാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ദൂതന്മാർ ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. നമ്മൾ ചിന്തിക്കാതെ പല കാര്യങ്ങൾ പറഞ്ഞു വിടാറുണ്ട്. കാരണം യേശുവിനോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ഒരാൾക്ക് കല്യാണം കഴിച്ച് ഒത്തിരി ഭാര്യമാരൊക്കെ പല പ്രാവശ്യം ഉണ്ടായി. അവസാനം പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും? അപ്പോൾ കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? കാരണം അവർ ദൈവദൂത എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ദൂതന്മാരെല്ലാം എന്താ ആണോ പെണ്ണോ എനിക്കറിയാൻ പാടില്ല. ചിറകൊക്കെ വെച്ചേക്കുന്നത് കാരണം പെണ്ണാണെന്നും അല്ല ഇപ്പോൾ ഇവിടെ ആണാണെന്നും പറയേണ്ടി വരുമോ എന്നൊരു സംശയം. ചുമ്മാതെ നമ്മൾ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് വെച്ചേക്കുകയാണ്. ദ തിങ് ഈസ്, ഇത് ദൂതനൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് ഇന്നും ദൂതന്മാർ വന്ന് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കേണ്ടതായിരുന്നല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ മാത്രം ദൂതൻ കല്യാണം കഴിച്ചു, പിന്നെ ദൂതൻ കല്യാണം ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത ചില വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മൾ ഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, മിക്സിങ് ഓഫ് ദ ഗോഡ്ലി ആൻഡ് ദി അൺഗോഡ്ലി. ഇണയില്ലാപ്പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ അതാണോ? അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണെന്നാണ് നമ്മുടെ ഒരു പൊതുചിന്ത. അതാണ് ഇവിടുത്തെ വിഷയം. ഇവർ ദൈവത്തിൻ്റെ മക്കളും മനുഷ്യരുടെ മക്കളും തമ്മിൽ എന്തുണ്ടായി? ദൈവത്തിൻ്റെ മക്കളും മനുഷ്യരുടെ മക്കളും പിടിയിട്ടില്ല. ദൈവത്തിൻ്റെ പിന്നാലെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ലൈനുണ്ടായിരുന്നു. ആ ലൈനിലുള്ള ആളുകൾ ഇപ്പോൾ മറ്റുള്ള പിശാചിൻ്റെ പിള്ളേരുടെ പിന്നാലെ പോയവരുമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? മിക്സ് ചെയ്യാൻ തുടങ്ങി. അത് വലിയ അപകടമായി തീർന്നതാണ് ഒന്നാമത്. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് 6-ാം അധ്യായത്തിൻ്റെ വാസ്തവത്തിലുള്ള വിഷയം. എന്താണ്? ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ലൈഫ്, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ ആർക്കാണ് കൃപ ലഭിക്കുന്നത്? നോഹയ്ക്ക് കൃപ ലഭിച്ചു. ആരാണ് പെട്ടകത്തിൽ കടന്നത്? നോഹയും കുടുംബവും. നോഹ ആർക്ക് വേണ്ടിയാണ് പെട്ടകം തീർത്തത്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു. സോ ഹീ കൺസിഡേർഡ് ഫാമിലി ലൈഫ് ആസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, സീക്രട്ട്. അതുകൊണ്ട് ഞാൻ ഈയിടെ ഒരാളുടെ പ്രസംഗം കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, നോഹയുടെ പിള്ളേരും നിങ്ങൾ പരിശോധിക്കണം. നോഹയുടെ പിള്ളേർ സ്കൂളിൽ പോയി കാണും. ചിന്തിച്ച് നോക്കിയാൽ അന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. നോഹയുടെ പിള്ളേർ സ്കൂളിൽ പോയി, നോഹയുടെ പിള്ളേർ പഠിക്കാനായിട്ട് പോയി, കളിക്കാൻ പോയി. അപ്പോഴൊക്കെ ഓരോരുത്തർ പറഞ്ഞു കാണും അങ്ങോട്ടും ഇങ്ങോട്ടും, വാട്ട് ഈസ് യുവർ ഫാദർ? അപ്പം ഒരാൾ പറഞ്ഞു കാണും, മൈ ഫാദർ ഈസ് എ ഡോക്ടർ, മൈ ഫാദർ ഈസ് എൻ എൻജിനീയർ. അപ്പം നോഹയുടെ പിള്ളേർ എന്ത് പറഞ്ഞു കാണും? മൈ ഫാദർ ഈസ് മേക്കിംഗ് ആൻ ആർക്ക്. വാട്ട് ഈസ് ആൻ ആർക്ക്? വാട്ട് ഫോർ? ഇത് എന്തിനു വേണ്ടി ഇത് ഉണ്ടാക്കുന്നത്? അപ്പോൾ പറഞ്ഞു കാണും, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു, ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ കൂവി കാണും, കൂട്ടുകാരെല്ലാം കൂടെ കൂവി കാണും. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ താമസിക്കുന്നത് പർവ്വതത്തിൻ്റെ അടുക്കലാണല്ലോ, ദർ ഇസ് നോ സീ ദെയർ, പിന്നെ എന്തിനാ അവിടെ ഇത് പണിയെന്ന് ചോദിച്ച് പറഞ്ഞു കാണും. അപ്പച്ചൻ പറയുന്നത്, ഞാൻ ഈ പെട്ടകം പണിത് കഴിയുമ്പോഴത്തേക്ക് കടൽ ഇങ്ങോട്ട് വരും, നമ്മൾക്ക് ഇതും കൊണ്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകണ്ട, കടൽ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഭയങ്കര, നിൻ്റെ അപ്പന് മിക്കവാറും പ്രാർത്ഥിച്ച് മട്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പിള്ളേർ കളിയാക്കി കാണും. കളിക്കാൻ പോയെടുത്തും അവിടെ പോയെടുത്തും ഒക്കെ. പിന്നെ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നപ്പോൾ മരുമോളെ വെള്ളം കോരാൻ പോയപ്പോൾ ചോദിച്ചു കാണും,
നീ ഏത് വീട്ടിലെയാ? ഞാൻ നോഹയുടെ വീട്ടിലെയാ. എന്താ അപ്പച്ചന് പണി? നിങ്ങളൊന്ന് ഇച്ചിരി ഇമാജിനേഷൻ ഒന്ന് വെച്ച് നോക്കിയേ. എന്നിട്ടും ഇവരെല്ലാവരും എന്തിൽ കയറി? കയറിട്ട് വലിച്ചു കയറ്റിയതാണോ? അടിച്ചു കയറ്റിയതാണോ? പിന്നെ എങ്ങനെ കയറിയത്? വില്ലിംഗ്ലി. വൈ? ബിക്കോസ് ദേ വർ ഓൾ കൺവിൻസ്ഡ് ദാറ്റ് ദെയർ ഫാദർ വാസ് വാക്കിംഗ് വിത്ത് ഗോഡ്. അവരുടെ പിതാവ് ദൈവത്തോടു കൂടെയാണ് സഞ്ചരിക്കുന്നത്. പിതാവ് നിഷ്കളങ്കനാണ്, അവൻ നീതിമാനാണ്, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവനാണ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ബാക്കി ആരെന്ത് പറഞ്ഞാലും. ഒരുപക്ഷെ നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ക്യാരക്ടറാണ് ആര്? നോഹ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അറിയണം നമ്മളോട് ദൈവം ഇടപെടുന്നുണ്ട്. അറിയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദന ചെയ്യുന്നത് നല്ലതാണ്. എന്നോട് ദൈവം, എൻ്റെ അപ്പൻ പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതായിരിക്കും, അത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ഭാര്യയും നമ്മുടെ പിള്ളേരും ഒക്കെ അറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പരിപാവനമായിട്ട് കാത്ത ഒരാളാണ് ആര്? നോഹ. പക്ഷെ നമ്മൾക്ക് അത് കാണാൻ താല്പര്യമില്ല. നമുക്കിപ്പോൾ അറിയേണ്ടത് ഇത് ആരായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ് കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ 6-ാം അധ്യായത്തിൽ മല്ലന്മാരാരായിരുന്നു? ഈ ഇപ്പം ഇനിയിപ്പോൾ നിങ്ങൾ സംശയം ചോദിക്കുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുന്നത് ഇതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ ദൂതനെ കല്യാണം കഴിക്കാനോ മറ്റോ പരിപാടിയുണ്ടോ? നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് മിക്സ് വിത്ത് അതേഴ്സ്. ആവശ്യമില്ലാത്ത ആളുകളുമായി എന്ത് ചെയ്യരുത്? മിക്സപ്പ് ചെയ്യരുത്. യു വാക്ക് വിത്ത് ഗോഡ്. ആൻഡ് അങ്ങനെ ദൈവത്തോടുകൂടെ ഹാനോക്ക് നടന്നതുപോലെ നടന്നാൽ. നോഹയെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നോഹ ദൈവത്തോടു കൂടെ നടന്നു, നോഹ നിഷ്കളങ്കനായി, നോഹ നീതിമാനായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിവരിക്കാനായിട്ട് നമുക്ക് കുറേ അധികം സമയം വേണ്ടി വരും. എങ്കിലും നോഹ ആ കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. നോഹയുടെ പ്രളയത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ വായിച്ച് പഠിക്കണം. ഇതൊരു സർവേ ക്ലാസ് ആയതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ ദോഷമുള്ളത് എന്ന് ദൈവം കണ്ട് മനുഷ്യനെ നീക്കിക്കളയാൻ തീരുമാനിച്ചു. അപ്പോഴും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടു. ദൈവം ഒരു കുടുംബത്തെ രക്ഷിച്ചു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ പെട്ടകം. ആ പെട്ടകത്തിൽ കടന്നാൽ ഇപ്പോഴും നമുക്കും എന്ത് കിട്ടും? രക്ഷ കിട്ടും. അന്ന് വരെ മഴയില്ലായിരുന്നു. പക്ഷെ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് മഴ വന്നു. പ്രസംഗിച്ചിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. പക്ഷേ നോഹ നിരാശനായില്ല. ഇതൊക്കെ നമുക്ക് നല്ല മാതൃകകളാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ആകെ കുടുംബക്കാർ മാത്രമേ മാനസാന്തരപ്പെട്ടുള്ളൂ. സ്റ്റിൽ ഹി പ്രീച്ച്ഡ് ആൻഡ് സ്റ്റിൽ ഹി കംപ്ലീറ്റഡ് ദ വർക്ക്. അങ്ങനെയാണ് നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോഹ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. നമുക്ക് 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കാം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ദൈവം നോഹയോടൊരു ഉടമ്പടി ചെയ്തു. അവിടെയാണ് നാം ദൈവത്തെ ഒരു പുതിയ അളവിൽ കാണുന്നത്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കവനൻറ്റ്. ഉടമ്പടികളുടെ, നിയമത്തിൻ്റെ ദൈവം. 9-ാം അധ്യായത്തിലേക്ക് പോയാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ വിവരിക്കേണ്ട കാര്യമില്ല. നോഹ പെട്ടകം പണിത കാര്യവും മഴ പെയ്ത കാര്യവും എത്ര ദിവസം മഴ പെയ്തെന്നും പെട്ടകത്തിനകത്ത് കയറ്റിയ കാര്യവും പുറത്തേക്ക് വിട്ട കാര്യവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ നമുക്ക് ഒരുപാട്, അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടകത്തിനകത്തേക്ക് എത്രണ്ണോ കയറ്റിയത്? 7 കയറ്റിയതുണ്ട്, 2 കയറ്റിയതുണ്ട്. അപ്പോൾ ഏതാണ് 2 കയറ്റിയത്, ഏതാണ് 7 കയറ്റിയതെന്നൊക്കെ ഉള്ളത് ഹോംവർക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് കൃത്യതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. 9-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോട് കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്നും പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. അപ്പം ദൈവം ഒരു നിയമം ചെയ്യാനായിട്ട് ഭൂമിയിൽ മനുഷ്യരുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നതിൻ്റെ തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. ഉൽപ്പത്തി, എന്തിൻ്റെയൊക്കെ ഉൽപ്പത്തി ഉണ്ടെന്നാണ് പറഞ്ഞത്? എല്ലാത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ട്, നിയമത്തിൻ്റെയും ഉൽപ്പത്തി. ദൈവവും മനുഷ്യന്, പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയാണ് ദൈവം മനുഷ്യനുമായിട്ട് ആദ്യമായിട്ട് എന്തിൽ പ്രവേശിക്കുന്നത്? ഒരു നിയമത്തിൽ. 8-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിക്കുമ്പോൾ 7 പ്രാവശ്യം നിയമം എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 10-ാം വാക്യത്തിൽ നിയമമുണ്ട്, 12-ാം വാക്യത്തിൽ നിയമമുണ്ട്, വീണ്ടും 12-ാം വാക്യത്തിൽ നിയമമുണ്ട്, 13-ാം വാക്യത്തിലുണ്ട്, കാണുന്നുണ്ടോ? 15-ാം വാക്യത്തിലുണ്ട്, 16-ാം വാക്യത്തിലുണ്ട്, 17-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ ദൈവം ചെയ്ത നിയമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നിയമം ഇത്ര അധികം പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്ത നിയമം എന്താണെന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്താണ് ദൈവം ചെയ്ത നിയമം? ദൈവം എന്താ ചെയ്ത നിയമം? ഇനി വെള്ളം കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുകയല്ല. അതിന് ദൈവം ഒരു അടയാളം കൊടുത്തു. 12-ാം വാക്യം. പിന്നെ ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാണിത്. നിയമത്തിന്റെ അടയാളം ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പം ഞാനും ഭൂമിയും, ഞാനും ജീവജന്തുക്കളും, ഞാനും മനുഷ്യനും തമ്മിലൊക്കെ ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടയാളമാണ് ഈ വില്ല്. പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ എത്തുമ്പോഴും നാം ദൈവത്തിൻ്റെ ആരാധന ഒക്കെ നടക്കുന്ന ആ സ്ഥലത്ത് ഒരു വില്ലുള്ളതായിട്ട് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നടക്കുന്ന ആരാധന നിങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും എന്തുണ്ട്? ഒരു വില്ലുണ്ട്. അതെന്ത് വില്ലാണ്? കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ച വില്ല്. അതൊരു മഴവില്ലാണ്. ഒരു ഇംഗ്ലീഷിൽ റെയിൻബോ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റെയിൻബോ ദൈവം എല്ലാ കാലഘട്ടത്തിലും ഓർക്കുന്നുണ്ട്. എന്താണ് റെയിൻബോ കാണിക്കുന്നത്? ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നതിനല്ല, നിങ്ങളെ രക്ഷിക്കുന്നതിനാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ആ നിയമം ദൈവം ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ദൈവം ഇതുപോലെ തന്നെ അബ്രഹാമിനോട് നിയമം ചെയ്തു, ഇസഹാക്കിനോട് നിയമം ചെയ്തു, യാക്കോബിനോട് നിയമം ചെയ്തു, ദാവീദിനോട് നിയമം ചെയ്തു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പലപ്പോഴും എന്ത് വിളിക്കും? ഗോഡ് ഓഫ് കവനൻറ്റ്. ദൈവം നിയമത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ ദൈവം നിയമം ചെയ്താലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പിന്മാറുകയല്ല, പക്ഷെ നമ്മൾ പലപ്പോഴും പിന്മാറാറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം നമുക്ക് ഉറപ്പിച്ചു തരുന്നു എന്നുള്ള കാര്യവും കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവം നോഹയോടൊരു നിയമം ചെയ്തു. അത് നോഹയോട് മാത്രമുള്ള നിയമമല്ല, എന്നോടും നിങ്ങളോടും ഭൂമിയോടും ജീവജാലങ്ങളോടും മൃഗങ്ങളോടും എല്ലാം ദൈവം ചെയ്ത നിയമമാണ്. ഇത് നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകം വരുമ്പോൾ വേണ്ടി വരും. വെളിപ്പാട് പുസ്തകത്തിലും ദൈവത്തിൻ്റെ ഈ നിയമത്തെ ദൈവം ഓർക്കുന്നുണ്ട്. ദൈവം തലമുറ തലമുറയായിട്ട് അത് എപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. നമുക്ക് വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ എന്നോടും നിങ്ങളോടും ഒക്കെ ദൈവം വ്യക്തിപരമായിട്ട് ഒരു നിയമത്തിൽ, ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് നമുക്ക് അവൻ്റെ മക്കളായി തീരുവാനും അവൻ്റെ രക്ഷയെ പ്രാപിക്കുവാനും ഒക്കെ ഇടയായത്. ദൈവം ഏദൻ തോട്ടത്തിൽ ന്യായം വിധിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടു. ദൈവം ഭൂമിയെ ന്യായം വിധിച്ചു, പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടു. ഇനിയും അവൻ ഭൂമിയെ ന്യായം വിധിക്കും, പക്ഷേ ദൈവം വിധിക്കുന്നിടത്തെല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ കൃപ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ ന്യായവിധിയും കൃപയും. നമ്മുടെ ചുറ്റുപാടും അത് തന്നെയാണ് നടക്കുന്നത്. അനേകരെ ദൈവം ന്യായം വിധിക്കുന്നു, എന്നാൽ അവൻ്റെ കൃപയും നമുക്ക് വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപയും രക്ഷാകരമായ ദൈവപ്രീതിയും ഉദിച്ചു. ആ ഉദിച്ച ദൈവപ്രീതി, ദൈവത്തിൻ്റെ കൃപ എന്നെയും നിങ്ങളെയും തേടി വന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. വരുന്ന ദിവസം നമുക്ക് ബാബേൽ മുതൽ മുമ്പോട്ടുള്ള കാര്യങ്ങളും കൂടി പരിശോധിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അനന്തമായിട്ടുള്ള ജ്ഞാനത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, ഇത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് വളരെ വിഷമമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്ന ആത്മീയ സത്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് ചുറ്റും വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരാട്ടങ്ങളെയും അടക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം, സാഹചര്യങ്ങളോ പിശാചോ ഞങ്ങളെ വാഴുന്നവരായിട്ടല്ല കർത്താവ്, ഞങ്ങൾ അതിനെ വാഴുന്നവരായിട്ട്, അതിൻ്റെ മേൽ ജയമെടുക്കുന്നവരായിട്ട്, നിൻ്റെ ജീവൻ വെളിപ്പെടുത്തുന്നവരായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് നിൻ്റെ കൂടെ നടക്കുവാൻ നീ വലിയ സ്വാതന്ത്ര്യം തരുന്നതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ, നിന്നെ ആരാധിപ്പാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നോർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ രക്ഷിക്കുവാൻ കർത്താവ് നീ ഒരു നിയമവും ഒരു ഉടമ്പടിയുമായിട്ട് ഞങ്ങളുടെ അടുക്കൽ വരുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ അടയാളം കർത്താവ് നീ ആകാശത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോട് ആരാധന അർപ്പിക്കുന്നു. കർത്താവ് നിന്നോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് മോശ മുഖാന്തരം വന്ന നിയമത്തിൽ ഒരുപാട് കർത്താവെ ന്യായപ്രമാണത്തിൻ്റെ വകുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയുന്നു. ആ കൃപയുടെ പ്രമാണത്തിൻ്റെ കീഴിൽ നിന്നെ ആരാധിപ്പാൻ, നിന്നോട് അടുത്തിരിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന അവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളതിനായിട്ട് നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നിൻ്റെ വചനം പ്രമാണിച്ച് കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ടിരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും വേണ്ടുന്ന സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.